ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീവദനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഹരിദാസ ഗുരവേ നമഃ. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഭാഗവത മഹാത്മ്യത്തിലെ 2 കഥകൾ നമ്മൾ കേട്ടു. ഈ 2 കഥകളിൽ നിന്ന് ഭാഗവതത്തിൻ്റെ മഹത്വം എന്തെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാണ് മുക്തിമാർഗം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉദ്ധരിക്കാനുള്ള ഉപായമാണ് ശ്രീമദ് ഭാഗവത പാരായണം, അല്ലെങ്കിൽ ശ്രീമദ് സപ്താഹ ശ്രവണം ഏകാഗ്രമായി ചെയ്യുക എന്നുള്ളത്. മാത്രവുമല്ല, ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങൾക്ക് പരമമായ മോക്ഷം നൽകാനും ഉപകരിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതമെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഭാഗവതത്തിലെ അടുത്ത അധ്യായത്തിലേക്കാണ് നാം കടക്കുന്നത്. ഈ ഭാഗവതം നമുക്ക് എങ്ങനെ കിട്ടി? ഇത്രയും പുണ്യമായ ഒരു ഗ്രന്ഥം കലികാല മനുഷ്യന് എങ്ങനെയാണ് കിട്ടുന്നത്? കലികാലം നമുക്കറിയാം. പത്രമാധ്യമങ്ങൾ നോക്കാൻ നമുക്കിന്ന് പേടിയാണ്. അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, 3 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെയുള്ള കഥകളാണ് നാം ഈ കലികാലത്ത് നാലുപാടും കേൾക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായമാണ് ശ്രീമദ് ഭാഗവതം. അതെങ്ങനെ നമുക്ക് കിട്ടി? ഭഗവാൻ ശ്രീനാരായണൻ ശ്രീമദ് ഭാഗവതം തൻ്റെ പുത്രനായ ബ്രഹ്മദേവൻ ഉപദേശിച്ചു. ബ്രഹ്മദേവൻ ആ ഭാഗവതം തൻ്റെ പുത്രനായ നാരദ മഹർഷിക്കും, നാരദ മഹർഷി അത് വേദവ്യാസ മഹർഷിക്കും ഉപദേശിച്ചു. വേദവ്യാസൻ ശതശ്ലോകിയായി കിട്ടിയ ഭാഗവതത്തെ 18,000 ശ്ലോകങ്ങളുള്ള മഹാവടവൃക്ഷമായി ചിത്രീകരിച്ചു. എന്നിട്ട് തൻ്റെ പുത്രനായ ആജന്മ ബ്രഹ്മചാരിയായ ശ്രീശുക ബ്രഹ്മർഷിക്ക് കൊടുത്തു. ശ്രീശുക ബ്രഹ്മർഷി ഗംഗാതീരത്ത് വെച്ച് മരണാസന്നനായ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ആ സദസ്സിൽ ഒരു സൂതനുണ്ടായിരുന്നു, ഉഗ്രശ്രവസ് എന്ന സൂതൻ. ലോമഹർഷണൻ്റെ പുത്രനായ സൂതൻ. ലോമഹർഷന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, രോമഹർഷണൻ. അദ്ദേഹം കഥ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചമുണ്ടാകും. അത്ര മനോഹരമായിട്ടാണ് കഥകൾ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രോമഹർഷണൻ എന്ന പേരുള്ളത്. അദ്ദേഹത്തെ ഒരു യജ്ഞസ്ഥലത്ത് വെച്ച് ബലരാമസ്വാമി വധിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ, കാരണം അദ്ദേഹത്തെ ബ്രഹ്മമായി അവരോധിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഈ രോമഹർഷന് എഴുന്നേറ്റ് ബലരാമസ്വാമിയെ ആദരിക്കാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യത്തിലാണ് കൊന്നത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബലരാമസ്വാമി അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉഗ്രശ്രവസിന് അച്ഛൻ്റെ കഴിവുകളെല്ലാം കൊടുത്തു. ആ ഉഗ്രശ്രവസ് ഈ പരീക്ഷത്തിന് ശ്രീശുകൻ കഥ പറഞ്ഞിടുന്നിടത്ത് ഉപസ്ഥിതനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് ഈ കലികാല കെടുതികളാൽ അലയുന്ന നമുക്ക് ശ്രീമദ് ഭാഗവതം ലഭിച്ചത്. ആ ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം എന്താണ്? സച്ചിദാനന്ദരൂപായ
വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സച്ചിദാനന്ദരൂപായ സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്നാൽ ഉണ്മ, അതായത് ഉള്ളത്, ദാറ്റ് വിച്ച് എക്സിസ്റ്റ്. ചിത്ത് എന്നാൽ ജ്ഞാനം. ഈ സത്തും ചിത്തും എവിടെയുണ്ടോ അവിടെ ആനന്ദമുണ്ട്. വിശ്വോത്പത്യാദിഹേതവേ, വിശ്വത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് കാരണമായ ആ പരമാത്മാവ്. ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചു എന്ന് പറയില്ലേ ഭഗവാനെ പറ്റി? ആ ഭഗവാൻ. താപത്ര വിനാശായ, ത്രിതാപങ്ങളാണ് നമ്മളെ പീഡിപ്പിക്കുന്നത്. ആധ്യാത്മിക, ആദി ദൈവിക, ആദി ഭൗതിക താപങ്ങൾ. ഈ 3 താപങ്ങളിലും ഇല്ലാതാകാൻ വേണ്ടി ശ്രീകൃഷ്ണായ വയം നുമഃ. ശ്രീകൃഷ്ണായ, ശ്രീ ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന ആ ശ്രീകൃഷ്ണൻ. കൃഷ്ണൻ എന്നാൽ കർഷണം ചെയ്യുന്നവൻ, ആകർഷിക്കുന്നവൻ, ആരെയും തന്നിലേക്ക് ഹഠാത് ആകർഷിക്കുന്നവൻ. കേശാദിപാദം സുന്ദര വിഭൂഷകൾ അണിഞ്ഞ് പരമസുന്ദരനായ ഭഗവാന്റെ പരിപൂർണാവതാരം. ഇനി വേറൊരർത്ഥം പറഞ്ഞാൽ ആ പാപങ്ങളെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച് പുണ്യം നൽകുന്നവൻ. വയം, ഞങ്ങൾ, നുമഃ, നമിക്കുന്നു. നമിക്കുക എന്ന് പറഞ്ഞാൽ ന മമ ന മമ എന്നാണ്. ഭഗവാനെ, എൻ്റേതായി യാതൊന്നും തന്നെയില്ല, എന്തെല്ലാം ഉണ്ടോ എല്ലാം അങ്ങയുടേതാണ്. എൻ്റെ ഈ ശരീരവും എൻ്റെ പഞ്ചഭൂതങ്ങളും എന്നിലുള്ളതെല്ലാം അങ്ങയുടെ വരദാനമാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമിക്കുന്നു എന്നാണ് നമഃ എന്ന വാക്കിന് അർത്ഥം. നമ്മളെല്ലാം ഭഗവത് സൃഷ്ടികളാണ്. നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികളെല്ലാം ഭഗവാന്റെ ദാനമാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ആദരിക്കുമ്പോഴാണ് നമസ്കാരം എന്ന് നാം പറയുന്നത്. ഇനി നമുക്ക് ആ സൂത ശൗനക സംവാദത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം കിട്ടിയത് എന്ന കഥയാണ് സൂത ശൗനക സംവാദത്തിലൂടെ പറയുന്നത്. കലികാലാരംഭത്തിൽ സനകാദി മഹർഷിമാർ, അവർ 88,000 മഹർഷിമാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു യജ്ഞം നടത്താൻ 1000 വർഷം നീണ്ടു നിൽക്കുന്ന യാഗം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ കലികാലത്ത് എവിടെ വെച്ച് യാഗം നടത്തും? ഒന്നിന് ശുദ്ധിയില്ല, സ്ഥലശുദ്ധിയില്ല, സാധനശുദ്ധിയില്ല, ഒന്നിന് ശുദ്ധിയില്ല. അതുകൊണ്ട് അവർ ബ്രഹ്മദേവനെ സമീപിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, കലി ബാധിക്കാത്ത ഒരിടം ഞങ്ങൾക്ക് യാഗം നടത്താൻ വേണ്ടി പറഞ്ഞു തരണം. ബ്രഹ്മദേവൻ അവർക്ക് മനോമയമായ ഒരു നേമി ചക്രം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ നേമി എവിടെ ശീർണിക്കുന്നുവോ അത് വിഷ്ണു ക്ഷേത്രമാണ്, അവിടെ നിങ്ങൾക്ക് സത്രം നടത്താമെന്ന് പറഞ്ഞു. നേമി ശീർണിച്ച സ്ഥലം നൈമിഷാരണ്യം. നേമി ക്ഷീര്യതേ എത്ര തത് നൈമിഷം. എവിടെയാണോ നേമി ശീർണിച്ചത് അത് നൈമിഷം, അല്ലെങ്കിൽ വിഷ്ണുസ്ഥാനം. വിഷ്ണു എവിടെ ഇരിക്കുന്നോ അവിടം പരമപവിത്രമാണല്ലോ. ആ പവിത്രം ആയ സ്ഥലം അനേകം വൃക്ഷങ്ങളാലും ലതാകുഞ്ചങ്ങളാലും തെളിവെള്ളം ഒഴുകുന്ന ആ ജലാശയങ്ങളാലും അതിമനോഹരമായ ഒരു സ്ഥലം. അതാണ് നൈമിഷം, വിഷ്ണു ക്ഷേത്രം. നൈമിഷം എന്നതിന് മറ്റൊരർത്ഥവുമുണ്ട്. നമ്മുടെ ഇന്ദ്രിയ
മനോബുദ്ധികളുടെ സകല വികാരങ്ങളും അടങ്ങുന്ന ആ സ്ഥലം, അതായത് മനസ്സ്. ഇന്ദ്രിയ മനോബുദ്ധികൾ നമ്മെ നാനാ വഴിക്ക് നശിച്ച് നമ്മുടെ മനസ്സിനെ അപവിത്രമാക്കുന്നു. അങ്ങനെ ആ അപവിത്രമായ മനസ്സിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ മോഹങ്ങളും കെട്ടടങ്ങി പരമപവിത്രമായ മനസ്സാണ് നൈമിഷം. അവിടെ ആ ഭഗവത് കഥകൾ കേൾക്കാൻ, അതായത് മനസ്സ് ആ എല്ലാത്തിൽ നിന്നും അകന്ന് പരമശാന്തമാകുമ്പോൾ ഭഗവത് കഥകൾ കേൾക്കാനുള്ള ആഗ്രഹം താനേ നമുക്കുണ്ടാകും. ആ കേൾക്കുന്ന കഥകൾ നാം ഹൃദിസ്ഥമാക്കുകയും ചെയ്യും. അതാണ് നൈമിഷാരണ്യം. അവിടെ വെച്ച് ആ ഋഷീശ്വരന്മാർ യാഗം തുടങ്ങി. അങ്ങനെ യാഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ലോമഹർഷണ പുത്രനായ ഉഗ്രശ്രവസ് എന്ന സൂതൻ അവിടെ വന്നു ചേർന്നു. സൂതന് പുരാണ ഇതിഹാസങ്ങൾ വളരെ ഭംഗിയായിട്ടറിയാം. വ്യാസശിഷ്യനാണ് അദ്ദേഹം. ഇതറിഞ്ഞ ശൗനകാദി ഋഷീശ്വരന്മാർ സൂതനോട് അപേക്ഷിച്ചു, സൂത, ഞങ്ങൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു തരൂ, പുരാണങ്ങൾ പറഞ്ഞു തരൂ. പ്രധാനമായി 6 ചോദ്യങ്ങളാണ് അവർ സൂതനോട് ചോദിച്ചത്. പുരാണങ്ങളെല്ലാം ഒന്നുകിൽ ചോദ്യോത്തര രൂപത്തിൽ, അതല്ലെങ്കിൽ സംവാദ രൂപത്തിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഭാഗവത പുരാണവും ചോദ്യോത്തര രൂപത്തിൽ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. അല്ലയോ സൂത, ഞങ്ങൾക്ക് സഗുണ നിർഗുണ ബ്രഹ്മങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ട്. സഗുണ ബ്രഹ്മം എന്നാൽ എന്ത്? നിർഗുണ ബ്രഹ്മം എന്നാൽ എന്ത്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, കലിയുഗത്തിൽ മനുഷ്യന് ശാശ്വതമായ ശ്രേയസ് നേടാൻ എന്താണ് ചെയ്യേണ്ടത്? ശ്രേയസ്സുമുണ്ട്, പ്രേയസ്സുമുണ്ട്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് മഹത്തരമാകാനുള്ള ഉപാധി. പ്രേയസ് എന്നാൽ പ്രിയങ്കരമായവ. ഉദാഹരണത്തിന് ഷുഗറുള്ള രോഗികൾക്ക് മധുരം കഴിക്കാൻ വളരെ താല്പര്യമാണ്. മധുരം അവർക്ക് പ്രിയങ്കരമാണ്, പ്രേയസ്സാണ്. പക്ഷെ ഒരിക്കലും ശ്രേയസ്സല്ല. ശ്രേയസ്കരമായത് പലപ്പോഴും പ്രിയങ്കരമായിരിക്കുകയുമില്ല. അതുകൊണ്ട് മനുഷ്യന് ശാശ്വതമായ ശ്രേയസ് എങ്ങനെ ലഭിക്കും എന്നതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഭഗവാന്റെ സൃഷ്ട്യാദി ലീലകളെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ ദിവു ക്രീഡായം എന്നാണ്. ക്രീഡിക്കുന്നവൻ, ലീലകളാടുന്നവൻ. ആ ഭഗവാന്റെ ലീലകളെപ്പറ്റി ഞങ്ങൾക്കറിയണം. അടുത്ത ചോദ്യം, ഭഗവാന്റെ അവതാരങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഭഗവാൻ അവതാരങ്ങൾ എടുത്തത്? അഞ്ചാമത്തെ ചോദ്യം, ഭഗവാന്റെ മത്സ്യകൂർമാദി എല്ലാ അവതാരങ്ങളെപ്പറ്റിയും ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ചോദ്യങ്ങൾ വിസ്തരിച്ചുള്ളതുകൊണ്ട് ഞാൻ വളരെ ഇവിടെ ചുരുക്കി പറയുകയാണ്. ആറാമത്തെ ചോദ്യം അവർ ചോദിച്ചത്, ഭഗവാൻ ദ്വാപരയുഗത്തിൽ ജീവിച്ചു. ദ്വാപരാന്ത്യത്തിൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി. ആ പോയി കഴിഞ്ഞപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? ധർമ്മമില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. ധാരയതി ഇതി ധർമ്മ എന്നാണ്. അപ്പോൾ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? ഇങ്ങനെയുള്ള 6 ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത് ഉഗ്രശ്രവസിനോട്. ഉഗ്രശ്രവസ് അതിൻ്റെ മറുപടിയായിട്ടാണ്
ശ്രീമദ് ഭാഗവതം അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവരിലൂടെയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം പിന്നീട് ലഭിച്ചത്. ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം വളരെ വളരെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. ജന്മാദ്യസ്യ യഥാന്വയാദിതരത ചാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാ സ്വേന തദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഭാഗവതം സത്യം പരം ധീമഹിയിൽ തുടങ്ങി സത്യം പരം ധീമഹിയിലാണ് അവസാനിക്കുന്നത്. അതായത് പരമമായ സത്യത്തെ ഞാനിതാ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ വന്ദിക്കുന്നു എന്നർത്ഥം. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഭാഗവതം എന്താണ്? വേദത്തിൽ നിന്ന് വീണ മൂത്തുപഴുത്ത ഫലമാണ്. ആ മൂത്തുപഴുത്ത ഫലം മാത്രമേ തത്ത കൊത്തി തിന്നുകയുള്ളൂ. അതുകൊണ്ട് 17 പുരാണങ്ങളും നിരസിച്ച ശ്രീശുക ബ്രഹ്മർഷി 18ാമത്തെ പുരാണമായ ഭാഗവതം തൻ്റെ അച്ഛനിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. വേദമാകുന്ന ആ കൽപ്പതരുവിൽ നിന്ന് വീണ മധുരമായ ഫലം, വേദതത്വങ്ങൾ പരിപൂർണമായി അടങ്ങിയതും എന്നാൽ ഭഗവാന്റെ ജന്മം മുതൽ ആ 125 വർഷം ഭഗവാൻ ആടിത്തിമർത്ത ലീലകൾ മുഴുവനും അടങ്ങിയ ഏറ്റവും ആസ്വാദ്യകരമായ ഫലമാണ് ശ്രീമദ് ഭാഗവതം. തത്വസാരങ്ങളും സരസമായ കഥകളും അതേപോലെ തന്നെ ഭക്തി സംവർദ്ധകമായ ശ്ലോകങ്ങളും ഇത് മൂന്നും അടങ്ങിയ ഒരു ത്രിവേണി സംഗമം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഇനി നാം കടക്കുന്നത് വ്യാസ നാരദ സംവാദത്തിലേക്കാണ്. ഭാഗവതം നമുക്ക് എങ്ങനെയാണ് വേദവ്യാസൻ രചിച്ചത് എന്നുള്ളതാണ്. ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടാകുമല്ലോ. ഇവിടെയും ഒരു കാരണമുണ്ടായി. വേദവ്യാസ മഹർഷി തൻ്റെ ആശ്രമത്തിലിരിക്കുകയായിരുന്നു. ചിന്താകുലനായിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഉലകം ചുറ്റി നടക്കുന്ന നാരദ മഹർഷി. ആരാണ് നാരദൻ? നാരം ദദാതി ഇതി നാരദ. മോക്ഷം നൽകുന്നവൻ നാരദൻ, അഥവാ നാരം ദതി ഖണ്ഡയതി ഇതി നാരദ. രണ്ടായാലും നാരദൻ മനുഷ്യരെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ്. ആ ബ്രഹ്മപുത്രനായി ജനിച്ചതിന് ശേഷം ഭഗവാൻ കൊടുത്ത വീണയും മീട്ടി നാരായണ നാരായണ എന്നുള്ള നാമവും ജപിച്ച് ലോകം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഞ്ചാരത്തിനിടയ്ക്ക് ഒരിക്കൽ അദ്ദേഹം ബദരികാശ്രമത്തിലുള്ള വ്യാസഗുഹയിൽ വന്നെത്തി. ബ്രഹ്മർഷി നാരദനെ കണ്ടതും വേദവ്യാസൻ ചാടി എണീച്ചിട്ട് അദ്ദേഹത്തിന് അർഘപാദ്യാദികളായ ഷോഡശോപചാര പൂജ ചെയ്ത് സ്വീകരിച്ചിരുത്തി, വിശിഷ്ടാസനത്തിലിരുത്തി. അപ്പം നാരദ മഹർഷി വേദവ്യാസനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നു. നാരദൻ ചോദിച്ചു, എന്തു പറ്റി മഹർഷേ, അങ്ങയുടെ മുഖം മ്ലാനമായിരിക്കുന്നല്ലോ? വേദവ്യാസ ഭഗവാൻ പറഞ്ഞു, എന്തെന്നറിയില്ല മഹർഷേ, എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ 17 പുരാണങ്ങളിൽ ധർമ്മത്തെ വ്യവച്ഛേദിച്ചു, എന്നിട്ടും എനിക്ക് ശാന്തി ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ആ മനുഷ്യ മനസ്സ് നന്നായി വായിച്ചറിയാവുന്ന
അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷി മറുപടി പറഞ്ഞു, അങ്ങ് 17 പുരാണങ്ങൾ എഴുതി ധർമാർത്ഥ കാമങ്ങളെ വ്യവച്ഛേദിച്ചു. പക്ഷേ ഭഗവാന്റെ നിർമ്മലമായ ലീലകൾ മൂലമുള്ള ആ യശസ്സിനെ അങ്ങ് വർണ്ണിച്ചില്ല. മഹാഭാരതത്തിലാകട്ടെ ആ അനേക തരത്തിലുള്ള ആഗ്രഹങ്ങളും യുദ്ധങ്ങളും ഒക്കെയാണ് അങ്ങ് വർണ്ണിച്ചത്. മറ്റു പുരാണങ്ങളിലും അതുപോലെ തന്നെ ഭഗവാന്റെ ആ ലോക ആനന്ദകരമായ ലീലകളെ വർണ്ണിച്ചാൽ മാത്രമേ അങ്ങയ്ക്ക് പരമാനന്ദം ലഭിക്കൂ. അതുകൊണ്ട് അങ്ങ് ആ ധ്യാനത്തിൽ ഭഗവത് ലീലകളെ കണ്ട് വർണ്ണിച്ചാൽ അങ്ങയ്ക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും എന്ന് നാരദ മഹർഷി വേദവ്യാസന് പറഞ്ഞു കൊടുത്തു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഭഗവാനില്ലാത്ത വാക്ക് കാക്കകൾ കുളിക്കുന്ന കുളം പോലെ മലിനമാണ്. അതിൽ പരമഹംസന്മാർ രമിക്കുന്നില്ല. പരമഹംസന്മാർ നിങ്ങൾക്കറിയാം, പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ അതിൽ നിന്ന് പാല് മാത്രം സ്വീകരിക്കുന്നതാണ് ഹംസം. സജ്ജനങ്ങളും അതുപോലെയാണ്. നന്മ തിന്മകൾ നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് സജ്ജനങ്ങൾ നന്മകൾ മാത്രം സ്വീകരിക്കുകയും തിന്മയെ പാടെ വെടിയുകയും ചെയ്യും. അങ്ങനെ അങ്ങും ആ ഭഗവാന്റെ പ്രശസ്തികരമായ ലീലകളെ വർണ്ണിക്കൂ എന്ന് പറഞ്ഞു. ഭഗവത് കീർത്തന രഹിതമായ വാക്ക് നിഷ്പ്രയോജനമാണ്. ഏത് വാക്കിലാണോ ഭഗവാനുള്ളത് ആ വാക്ക് മാത്രമേ സാർത്ഥകമായിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങ് അങ്ങനെയുള്ള വാക്കുകൾ, ഭഗവാന്റെ ലീലകളും ഭക്തവാത്സല്യാദി ഗുണങ്ങളെയും വർണ്ണിക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള മഹാകാവ്യം രചിക്കൂ. അങ്ങയ്ക്ക് പരമമായ ശാന്തി ലഭിക്കും. ഭക്തിയില്ലാത്ത ഒരു കർമ്മവും ശ്രേയസ്കരമല്ല. ഭഗവത്ഗീത പറയും, യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വമദർപ്പണം. എന്തെല്ലാം കർമ്മങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നോ അതെല്ലാം അർജുന എന്നെ അർപ്പിച്ച് ചെയ്യും. എന്നെ അർപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നാലും നിനക്ക് പാപമുണ്ടാവില്ല, പുണ്യമേ ഉണ്ടാവുകയുള്ളൂ. രാമായണമാണെങ്കിൽ പറയുന്നു, കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങൾ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ച് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും, രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾ ഓരോരുത്തർക്കും വിവിധങ്ങളാണ്. ഗൃഹിണികൾക്കാണെങ്കിൽ അടുക്കള കാര്യങ്ങളാണ് പ്രധാനം. അവിയലിൽ നുറുക്കുമ്പോഴും സാമ്പാർ വയ്ക്കുമ്പോഴും ബസ് കാത്ത് നിൽക്കുമ്പോഴും ഓട്ടോ കാത്ത് നിൽക്കുമ്പോഴും എല്ലാം അവർക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. ഏതെങ്കിലും ഒരു നാമം, ഇഷ്ടദേവൻ്റെ ഒരു നാമം കണ്ടുപിടിച്ച് ആ നാമം നിരന്തരമായി ജപിക്കും. അഭേദാനന്ദ സ്വാമികൾ പറയുന്നത് 3 വർഷം നിരന്തരമായി നാമം ജപിച്ചാൽ ആ നാമം നമ്മുടെ കണ്ഠത്തിൽ കുടുങ്ങും. 6 വർഷമാകുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളിലും ആ നാമം വ്യാപിക്കുകയും നാമി നാമമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ഭഗവത് ലീലകളും ഭഗവത് കഥകളും ഭഗവത് നാമങ്ങളും പൂർണ്ണമായി അടങ്ങിയ ഒരു ഗ്രന്ഥം അങ്ങ് രചിക്കൂ എന്ന് നാരദ മഹർഷി വേദവ്യാസ ഭഗവാന് പറഞ്ഞു കൊടുത്തു. ഹരിഭക്തി ഒരു ജന്മത്തിലുണ്ടായാൽ പിന്നീട് അത് എല്ലാ ജന്മത്തിലും
വ്യാപിച്ചിരിക്കും. ആ ഭക്തിയില്ലാതെ ഈശ്വര കർമ്മങ്ങൾ ചെയ്താലും അത് മുക്തിപ്രദമല്ലെന്ന് തെളിയിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. പരമഭക്തനായിരുന്നു. അദ്ദേഹം ആണ് അവിടുത്തെ ക്ഷേത്രാധികാരിയുമായി തീർന്നത്. അദ്ദേഹം എന്തു ചെയ്യും? വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ലൗഡ് സ്പീക്കർ വെച്ച് ഭഗവത് നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം, പിന്നെ അനേക നാമങ്ങൾ ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഗ്രാമം മുഴുവൻ കേൾക്കത്തക്കവണ്ണം ഉറച്ച് വെച്ചുകൊണ്ടിരിക്കും. ഗ്രാമവാസികൾ പരാതി പറഞ്ഞു തുടങ്ങി. പരീക്ഷ എഴുതേണ്ട കുട്ടികൾ വന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, സ്വാമി ദയവ് ചെയ്ത് ശബ്ദം കുറച്ച് വയ്ക്കും, അതല്ലെങ്കിൽ ആ അതിവെളുപ്പാങ്കാലത്തെ വയ്ക്കാതെ കുറച്ച് നേരം വെളുത്തിട്ട് ഈ ലൗഡ് സ്പീക്കറിലൂടെ നാമം വയ്ക്കും. സന്യാസി സമ്മതിച്ചില്ല. രോഗികളും മൃതപ്രായമായിട്ട് കിടക്കുന്നവരുടെയും ഇത് വളരെ ഉപദ്രവമായി. അവരുടെ ബന്ധുക്കളും വന്ന് സ്വാമിയോട് അഭ്യർത്ഥിച്ചു, ദയവ് ചെയ്ത് ഈ ലൗഡ് സ്പീക്കറിൻ്റെ ശബ്ദം ഒന്ന് കുറച്ച് വയ്ക്കും. സ്വാമി ഒന്നും കേട്ടില്ല. കാരണം ഭഗവത് നാമമല്ലേ, അതെല്ലാവർക്കും നന്മപ്രദമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ 4 മണി മുതലുള്ള നിരന്തരമായ ലൗഡ് സ്പീക്കർ നാമജപം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ആ വയസ്സായി അദ്ദേഹം മരിച്ച് യമലോകത്ത് ചെന്നു. നേരെ സ്വർഗവാതിൽക്കലേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള കിങ്കരന്മാർ അദ്ദേഹത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അദ്ദേഹം വാദിച്ചു, അതെന്ത്? ഞാൻ ജീവിതം മുഴുവൻ നാമം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്, പിന്നെ എന്താണ് എനിക്ക് ഇവിടെ പ്രവേശനമില്ലാത്തത്? അപ്പോൾ അവർ ഏതാനും മരിച്ചവരുടെ ശരീരങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. SSLCക്കും പ്രീ ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികൾ, വയസ്സായ ആ രോഗികളായ വൃദ്ധന്മാർ, ഇവരൊക്കെ ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യാനും ഈ വൃദ്ധന്മാർ മരിക്കാനുമൊക്കെ കാരണമായത് ഈ സ്വാമിയുടെ ലൗഡ് സ്പീക്കർ നാമജപമാണ്. സ്വാമി അപ്പോഴാണ് ബോധോദയമുണ്ടായത്. അതാണ് പറയുന്നത്, ഏത് കർമ്മം നാം ചെയ്താലും അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകരുത്, ഉപകാരപ്രദമായിരിക്കണം എന്ന്. ഭഗവത് നാമവും ഉപദ്രവകരമായി ജപിക്കുന്നത് തെറ്റാണ്. പിന്നീട് ഹരിഭക്തി ഈ ജന്മത്തിലുണ്ടായി. നമുക്ക് ഭഗവത്ഗീത 15 അധ്യായങ്ങളെ പഠിക്കാൻ പറ്റിയുള്ളൂ. അവസാനം ദുഃഖിച്ചാണ് നാം ഇവിടുന്ന് പോയത്. 3 അധ്യായങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റിയില്ല. അടുത്ത ജന്മത്തിൽ ഈ 3 അധ്യായങ്ങൾ പഠിച്ചു തീർക്കത്തക്ക ഒരു കുടുംബത്തിൽ, അതിനുള്ള സാഹചര്യത്തിൽ നമ്മൾ ജനിക്കും. ശ്രീമദ് ഭാഗവതത്തിലെ ജഡഭരതൻ്റെ കഥയൊക്കെ അതിന് ഉദാഹരണമാണ്. ആ കഥകളിലേക്ക് നാം ഇനി വരും. വേദവ്യാസ മഹർഷിയെ ഇതെല്ലാം വിശ്വസിപ്പിക്കാൻ വേണ്ടി നാരദ മഹർഷി തൻ്റെ കഥ പറഞ്ഞു. മഹർഷേ, ഞാൻ ഒരു ദാസീപുത്രനായിരുന്നു. എൻ്റെ അമ്മ ജോലി ചെയ്ത ആശ്രമത്തിൽ ഒരു ചാതുർമാസ്യ കാലത്ത് കുറേ സന്യാസിമാർ വന്നു. ആ സന്യാസിമാർ നിരന്തരമായി ഭഗവത് ഭജനം നടത്തിക്കൊണ്ടിരുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ജോലി എനിക്കായിരുന്നു. ഞാൻ കളിക്കോപ്പുകളെല്ലാം ഉപേക്ഷിച്ച്, മറ്റ് ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണ ശ്രദ്ധയോടെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അവരെ ശുശ്രൂഷിച്ചു. അവർക്ക് സന്തോഷമായി. കുറേ കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് അവരുടെ ഉച്ഛിഷ്ടം കഴിക്കാനുള്ള അനുമതി തന്നു. അങ്ങനെ അവരുടെ ഉച്ഛിഷ്ടം ഞാൻ കഴിച്ചു തുടങ്ങി. ക്രമേണ അവർ പറയുന്ന ഭഗവത് കഥകളിൽ എനിക്ക് താല്പര്യം ജനിച്ചു.
ഞാൻ ആ കഥകളെല്ലാം കേട്ടു. അങ്ങനെ ആ ഒരുപാട് തത്വങ്ങൾ ഞാൻ മനസ്സിലാക്കി. ത്വം പദത്തിൻ്റെ അർത്ഥവും തത്പദത്തിൻ്റെ അർത്ഥവും എനിക്ക് മനസ്സിലായി. തത് ത്വം അസി, അത് നീ തന്നെ ആകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഏതൊരു ഭഗവാനെ തേടിയാണോ നാം തീർത്ഥങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ പോകുന്നത്, ആ ഭഗവാൻ പ്രകാശ സ്വരൂപിയായി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല, ആ ശ്രീകൃഷ്ണനെ ഭജിക്കുമ്പോൾ ചതുർവ്യൂഹ സ്തുതി വേണമെന്നറിഞ്ഞു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. വാസുദേവായ സർവം വസതി ഇതി വാസു. എങ്ങും വ്യാപിച്ചിരിക്കുന്നവൻ വാസു. ദേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു. ലോകം മുഴുവൻ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു. ഇനിയോ പ്രദ്യുമ്നായ. ആരാണ് പ്രദ്യുമ്നൻ? പ്രദ്യുമ്നൻ ബുദ്ധിയാണ്. സംഘർഷണൻ അഹങ്കാരമാണ്. അനിരുദ്ധൻ മനസ്സാണ്. ഈ മന്ത്രം കൊണ്ട് ഭഗവാനെ നിരന്തരമായി ഭജിച്ചാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ വേദവ്യാസ മഹർഷി ഒരു ചോദ്യം ചോദിച്ചു. ഈ ചാതുർമാസ്യം കഴിഞ്ഞപ്പോൾ സന്യാസിമാർ പോയില്ലേ, പിന്നീട് അങ്ങ് എന്ത് ചെയ്തു? ഞാനും അമ്മയും അവശേഷിച്ചു. അമ്മ ദാസിയായിരുന്നല്ലോ. അപ്പം ഏക മകനായ എന്നെ ശരിയായി പരിപാലിക്കാൻ കഴിയുന്നില്ല എന്ന് അമ്മയ്ക്ക് ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ പശുവിനെ കറക്കാൻ പോയി. ആ പോയ വഴിക്ക് സർപ്പം ദംശത്താൽ അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വതന്ത്രനായി. കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ നേരെ വടക്ക് ദിക്കിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ എത്ര ദിവസങ്ങൾ സഞ്ചരിച്ചു എന്ന് എനിക്കറിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് നേരെ നിൽക്കാൻ വയ്യാതായി. അടുത്ത് കണ്ട ഒരു സരസിൽ ഇറങ്ങി ഞാൻ ആവുന്നത്ര ജലം പാനം ചെയ്തു. കുളിച്ച് ശുദ്ധനായി. അത് കഴിഞ്ഞ് ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഞാൻ ആ മഹർഷിമാർ പറഞ്ഞു തന്ന മന്ത്രം ഉരുവിട്ട് ഭഗവാനെ ധ്യാനിച്ചു. പരമ ഏകാഗ്ര ധ്യാനമായിരുന്നു. ആ ഏകാഗ്രമായി ധ്യാനിച്ചത് കൊണ്ട് ഭഗവാൻ എൻ്റെ മനസ്സിൽ ജ്യോതിസ്വരൂപനായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് അരുളി ചെയ്തു, ഈ ജന്മത്തിൽ നിൻ്റെ ശരീരം കളങ്കിതമാണ്. അതുകൊണ്ട് നിനക്ക് എൻ്റെ അടുത്ത് വരാൻ കഴിയില്ല. ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ നീ ജനിക്കുമ്പോൾ നിനക്ക് തീർച്ചയായിട്ടും എൻ്റെ പാർഷദനാകാൻ കഴിയും എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. എനിക്ക് വളരെ ദുഃഖമായി. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എങ്കിലും ഭഗവാൻ എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷമുണ്ടായിരുന്നു. അന്നു മുതൽ ഞാൻ ഭഗവത് നാമം ജപിച്ചുകൊണ്ട് എങ്ങും സഞ്ചരിക്കാൻ തുടങ്ങി. നാമാന്യനന്തസ്യ ഹതത്ര പപ്പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടൻ തുഷ്ടമനാഗത സ്പൃഹ കാലൻ പ്രതീക്ഷൻ വിമതോ വിമത്സരാ. നാമം ജപിച്ചുകൊണ്ട് ഞാൻ എങ്ങും സഞ്ചരിച്ചു. അനേക ദേശങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു. നാമം ജപിക്കലാണ് കലികാലത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഭക്തി. നമ്മളൊരു യാഗം ചെയ്താൽ സ്ഥലശുദ്ധിയില്ല, സാധനശുദ്ധിയുമില്ല. നേരെ മറിച്ച് നാമം ജപിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഉപാധികളൊന്നും ആവശ്യമില്ല. ഉള്ളിലും ജപിക്കാൻ നാമം.
അതുകൊണ്ടാണ് പറയുന്നത്, നാമം ജപിക്കുവാൻ ശങ്കിക്കരുതൊട്ടും, നാമം ജപിച്ചവൻ തോറ്റിട്ടില്ല, വാസനാജാലത്തെ ഭസ്മമാക്കുന്നൊരു മാസ്മര വിദ്യ ഈ നാമം. നാമം മാസ്മര വിദ്യയാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാരെല്ലാവരും നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് നമ്മോട് ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. തിരുവനന്തപുരത്തുള്ള അഭേദാശ്രമത്തിൽ അഭേദാനന്ദ തിരുവടികൾ ആ 24 മണിക്കൂറും നാമജപം ഏർപ്പെടുത്തിയിട്ട് 70 വർഷങ്ങളായി. ഇന്നും ആ വീണ മീട്ടിക്കൊണ്ട് ആ ഭക്തന്മാർ അവിടെ നിരന്തരമായി കലികാല മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കൽപ്പാന്തകാലത്തോളം ഞാൻ നാമം ജപിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഭൂമിയിൽ വീണു. ഭൂമിയിൽ വീണ് 1000 ചതുർവർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബ്രഹ്മദേവനോടൊപ്പം ഭഗവാനിൽ ലയിച്ചു. വീണ്ടും ഒരു കൽപ്പം, അതായത് 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ ഞാൻ ആ മരീച്യാദി മഹർഷികളോടൊപ്പം ആ ബ്രഹ്മദേവനിൽ നിന്ന് ജനിച്ചു. ഭഗവാൻ എനിക്ക് ഒരു വീണ തന്നു. ആ വീണയിൽ നാരായണനാമം ജപിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഞാനിതാ ലോകം ചുറ്റി സഞ്ചരിക്കുന്നു. യാതൊരാഗ്രഹവും എനിക്കില്ല. നാമം ജപിക്കാൻ എന്നും കഴിയണമെന്നുള്ള ഒരേ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ദേവദത്തമിമാം വീണാം സ്വരബ്രഹ്മ വിഭൂഷിതം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. ഈ വീണയിൽ സ്വരരാഗ സുധ ഒഴുകുന്ന ഈ വീണയിൽ നാരായണ നാമവും ജപിച്ചുകൊണ്ട് ഞാനിതാ ലോകമെമ്പാടും സഞ്ചരിക്കുന്നു. ആ നാരായണനല്ലാതെ മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ട. ആ നാരായണനെ ലഭിക്കാൻ നൈരന്തര്യമായ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അങ്ങ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഉൾപ്പെടുന്ന ഭക്തിപരമായ ഒരു ഗ്രന്ഥം എഴുതിയാൽ അങ്ങേക്കും പരമമായ ശാന്തി ലഭിക്കും എന്ന് പറഞ്ഞ് ആ നാരദ മഹർഷി തൻ്റെ കഥ ഉപസംഹരിക്കുന്നു. അഹോ ദേവർഷി ധന്യോയം യത്കീർത്തിം ശാർങ്ങധന്വന ഗായൻ മാദ്യന്യതം തന്ത്യ രമയത്യാതുരം ജഗത്. ദുഃഖകലുഷിതമായ ഈ ലോകത്തെ നാരായണ നാമം ജപിച്ച് ആനന്ദിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആ ബ്രഹ്മർഷിയായ നാരദ മഹർഷിയെ അങ്ങാണ് ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ രൂപത്തിൽ ഭാഗവതത്തിൻ്റെ സത്ത വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. വേദവ്യാസ മഹർഷി അത് 18,000 ഗ്രന്ഥങ്ങളെന്നാണ് പറയുന്നത്. 32 അക്ഷരങ്ങളുള്ള ഒരു ശ്ലോകത്തെ ഗ്രന്ഥമെന്നും പറയും. അതുകൊണ്ട് 18,000 ഗ്രന്ഥങ്ങളുള്ള ഭാഗവതമെന്ന വടവൃക്ഷമായി ഭഗവത് ലീലാവിലാസങ്ങളും ഭഗവാന്റെ സ്തുതികീർത്തനങ്ങളും അതുപോലെ തന്നെ തത്വസംഹിതകളും ഉൾപ്പെടുത്തി എഴുതിയ ത്രിവേണി സംഗമമാണ് ശ്രീമദ് ഭാഗവതം. ഇത്രയും പവിത്രമായ പുണ്യമായ മറ്റൊരു ഗ്രന്ഥം ഇല്ല തന്നെ. ഭഗവാനെ പ്രാപിക്കാൻ ശ്രീമദ് ഭാഗവതം മാത്രം നമുക്ക് ആധാരമാക്കി എടുത്താൽ മതി. ഭക്തജനങ്ങളെ ആ ശൗനകാദി മഹർഷികൾ പറഞ്ഞതുപോലെ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ എന്നാണ്
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദിവസവും ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ എങ്കിലും വായിച്ചാൽ ജീവിതാന്ത്യത്തിൽ മോക്ഷം ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശ്രീശുക ബ്രഹ്മർഷിയാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. ജന്മനാ ബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് കളങ്കിതമാവില്ല. അതുകൊണ്ട് നമുക്കെല്ലാം ചേർന്ന് ശ്രീമദ് ഭാഗവതം ദിവസവും വായിക്കാം. നിങ്ങൾക്കെല്ലാം ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.